ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി. കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. അന്താരാഷ്ട്ര യാത്രക്കാർ ഇമിഗ്രേഷൻ വിഭാഗത്തിന് സെൽഫ് ഡിക്ലറേഷൻ ഫോം സമർപ്പിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താനും അവലോകന യോഗത്തിൽ തീരുമാനമായി. കൊച്ചിയിൽ നിന്ന് റഫീഖ് വിവരങ്ങൾ നൽകും. റഫീഖ്, വിമാനത്താവളത്തിൽ ഏതൊക്കെ നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നു, എങ്ങനെയൊക്കെയാണ് മുൻകരുതലുകൾ? 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ തെർമൽ സ്ക്രീനിംഗ് ഏർപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ യാത്രക്കാരുടെയും ശരീര താപനിലയും അതുപോലെ മറ്റു രോഗലക്ഷണങ്ങൾ, എബോള ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളതുള്ള പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന എല്ലാ യാത്രക്കാർക്കും താൽക്കാലികമായി സ്ക്രീനിംഗ് ഏർപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ 21 ദിവസത്തെ യാത്രാ ചരിത്രം പരിശോധിക്കും. ഇത്തരം എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് യാത്രക്കാരെ പുറത്തുവിടുക. ആഫ്രിക്കയിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പരിശോധനകൾ നേരിടേണ്ടി വരിക. ഇതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരെ എറണാകുളം ജില്ലയിലെ 3 ആശുപത്രികളിലേക്ക് മാറ്റുന്നതിനുള്ള സംവിധാനവും ഇപ്പോൾ വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ദിവ്യ. ശരി. കൊച്ചി വിമാനത്താവളത്തിലാണ് എബോള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളും മുൻകരുതലുകളും ശക്തമാക്കിയിരിക്കുന്നത്. റഫീഖാണ് വിവരങ്ങൾ നൽകിയത്.